ഹലോ ഗായ്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അയലക്കണ്ണി പൊള്ളിച്ചത് 300 ഗ്രാമിൻ്റെ 2 മീനാണ്. ഈ മീൻ ഇതേപോലെ നമുക്ക് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ പുരട്ടി കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, ഗരം മസാല, വിനാഗിരി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ടാണ് ഈ മസാല എടുത്തിരിക്കുന്നത്. അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ചട്ടി വെക്കാം. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇതേപോലെ നമുക്ക് നിരത്തി കൊടുക്കാം. മീൻ ഇതേപോലെ വെച്ചു കൊടുക്കാം. ഈ മീൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. കുക്കർ വെക്കാം. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 8 ഉള്ളിയോളം ഇടാം. ഇതേപോലെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് 3 മീഡിയം സൈസ് സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണം മറന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതേപോലെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആൻഡ് കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആൻഡ് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ചേർക്കാം. തക്കാളിയും ഗ്രേവിയുമായിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി വേകാൻ ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു വിസിലടിച്ച് വേവിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വാഴയില വെച്ച് കൊടുക്കാം. ഒന്ന് വാട്ടിയ വാഴയിലയാണ്. അതിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് ഇതേപോലെ പുരട്ടി കൊടുക്കാം. മീൻ വെച്ച് കൊടുക്കാം. മീനിലേക്ക് ഇതേപോലെ മസാലകൾ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ മസാലകൾ എത്തണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നല്ല പച്ച കറിവേപ്പിലയാണേ. ഇല ഇതേപോലെ പിടിച്ചിട്ട് നന്നായി റോൾ ചെയ്ത് കെട്ടിക്കൊടുക്കാം. ടൈറ്റ് ചെയ്ത് കെട്ടണേ. ഗ്രേവി ഒന്നും പുറത്തു പോകരുത് കേട്ടോ. ഇരുമ്പിൻ്റെ പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ വാഴയില പൊതി വെച്ച് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സൂപ്പറായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആഹാ, ഇത് തുറന്നപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പറായിട്ടുള്ള മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.